ഈ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രിയോടെ അവസാനിക്കുകയാണ്. 52 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വലിയ മത്സ്യ ബന്ധന യാനങ്ങൾ കടലിലേക്ക് പോകുന്നത്. ഏറെ പ്രതീക്ഷകളോടെയുള്ള തയ്യാറെടുപ്പുകളാണ് മത്സ്യബന്ധന മേഖലയിൽ കാണാൻ കഴിയുക. കൊല്ലത്ത് നിന്ന് മനോജാണ് വിവരങ്ങൾ നൽകുവാനായി ചേരുന്നത്. മനോജിന്റെ മുഖത്ത് സന്തോഷം കണ്ടു ആര്യ. ഇന്ന് പതിവിലും സന്തോഷവാനായി റിപ്പോർട്ട് ചെയ്യുന്നു. ട്രോളിംഗ് നിരോധനമൊക്കെ അവസാനിക്കുന്നോണ്ടാണോ മനോജ് ആ ഒരു സന്തോഷം? ആര്യ, തീർച്ചയായും ഇനി ഉള്ള ദിവസങ്ങളിൽ മീനിൻ്റെ ലഭ്യത കൂടുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇന്ന് ട്രോളിംഗ് നിരോധനം അവസാനിക്കുകയാണ്. 52 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇന്ന് അർദ്ധരാത്രിയോടുകൂടി ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നത്. ഇന്ന് വലിയ മത്സ്യബന്ധന ബോട്ടുകൾ കടലിലേക്ക് പോകുകയാണ്. അതിനുവേണ്ട അവസാനഘട്ട തയ്യാറെടുപ്പിലാണ് ഈ തൊഴിലാളികളൊക്കെ. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ആയിരുന്ന തൊഴിലാളികൾ ഇവിടേക്ക് തിരിച്ചെത്തി. കഴിഞ്ഞ ദിവസം തന്നെ ഈ ബോട്ടുകളിൽ ഐസ് നിറച്ചു. ഇനി വല ഒരുങ്ങുകയാണ്. ഈ വലകളുമായി വലിയ മത്സ്യബന്ധന യാനങ്ങൾ ഇന്ന് ഇറങ്ങുകയാണ് കടലിലേക്ക്. അതോടൊപ്പം തന്നെ വലിയ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഈ മത്സ്യങ്ങളുടെ പ്രജനന കാലഘട്ടമാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. കടലിൽ വലിയ മത്സ്യബന്ധന യാനങ്ങൾ ആഴക്കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോകരുത് എന്നുള്ള ഒരു തീരുമാനം വരുന്നത്. പക്ഷേ ഈ 52 ദിവസം ഇവിടെയുള്ള തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ്. കാരണം സ്കൂളൊക്കെ തുറന്ന ആ ഒരു സമയമാണ് ഈ ജൂൺ ജൂലൈ മാസം. അതിനുശേഷം മറ്റ് ഏറെ ചിലവുകളൊക്കെ കൂടിയ സമയം. പക്ഷേ ഈ സമയമൊക്കെ തന്നെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയാമെന്നുള്ള ഒരു തൊഴിൽ ചെയ്യാതെ വീട്ടിൽ ഇരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അത് സാമ്പത്തികമായും അവരെ വലിയ പ്രതിസന്ധിയിലാക്കിയ ഒരു സമയമായിരുന്നു. എന്തായാലും ഇന്ന് വളരെ സന്തോഷത്തോടെയാണ് അവർ ഈ കടലിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. എന്തായാലും ഇതിനെ സംബന്ധിച്ചിടത്തോളം ബോട്ട് ഉടമകൾക്കും തൊഴിലാളികൾക്കും ഇത് ഇന്നത്തെ ദിവസമെന്ന് പറയുന്നത് വളരെയധികം പ്രതീക്ഷയുടെ ദിവസമാണ്. എന്തായാലും ഈ ഒരു സമയം കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു, പ്രതീക്ഷയോടെയാണ് കടലിലേക്ക് ഇറങ്ങുന്നത്. എന്നാലും ചെറിയ ആശങ്കകളൊക്കെ ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. കാരണം മത്സ്യബന്ധനം ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ്. 52 ദിവസത്തെ തൊഴിൽ നിഷേധത്തിന് ശേഷം മേഖല വളരെ പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് ഒരു തൊഴിലവസരം തുറന്നു കിട്ടിയിരിക്കുകയാണ് നാളെ മുതൽ. അപ്പോൾ ഞങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് പോകുന്നത്. കാരണം ഇത്തരം നിരോധനം കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് മത്സ്യം ലഭിക്കാറുണ്ട്. ഈ പ്രാവശ്യവും നമ്മൾ അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ്. ഈ ട്രോളിംഗ് നിരോധനം യഥാർത്ഥത്തിൽ മത്സ്യത്തിൻ്റെ ലഭ്യത കൂടുതലുള്ള സമയത്താണ് ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കുന്നത്. അശാസ്ത്രീയമായി നടപ്പിലാക്കിയ ഈ ട്രോളിംഗ് നിരോധനം ഏകദേശം 38 വർഷം പിന്നിട്ടിരിക്കുകയാണ്. പക്ഷേ ഇതിന് നാളിതുവരെയും പിന്നീടുള്ള പഠനങ്ങളൊന്നും നടന്നിട്ടില്ല. ഈ സമയം ഇതിന് ഏറ്റവും ദോഷകരമായൊരു സമയമാണ്. ഈ സമയത്ത് ലക്ഷക്കണക്കിന് ടൺ കയറ്റുമതി പ്രാധാന്യമുള്ള മത്സ്യങ്ങളാണ് നമ്മുടെ കടലിലൂടെ കടന്നു പോകുന്നത്, നമുക്ക് പിടിക്കാൻ കഴിയാത്തത്. അതുകൊണ്ട് ഈ ട്രോളിംഗ് നിരോധനം ഇനിയും ഇങ്ങനെ ഒരു ട്രോളിംഗ് നിരോധനമാണോ വേണ്ടത്, അതോ നമുക്ക് ഫിഷിംഗ് വേണം, മത്സ്യസമ്പത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നമുക്കൊരു ഇടവേള ആവശ്യമാണ്. പക്ഷേ അതൊരു ട്രോളിംഗ് നിരോധനമാണോ വേണ്ടത്, ഇങ്ങനെയാണോ വേണ്ടത്? മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ഇത് ഫിഷിംഗ് ബാനാണ്. ആ സമയത്താണ് കേരളത്തിൽ 3500ഓളം വരുന്ന ട്രോളിംഗ് ബോട്ടുകളെ മാത്രം നിരോധിച്ചുകൊണ്ട് ഈ മത്സ്യസമ്പത്ത് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്. അതിനകത്ത് ആ സാധ്യതകളെ തീർച്ചയായും ഒരു പഠന കമ്മിറ്റി വെച്ച് പഠിച്ച് അതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കി മത്സ്യസമ്പത്ത് വർദ്ധിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. തീർച്ചയായും ഞങ്ങൾ ഈ സമയത്ത് ഞങ്ങൾ പ്രതീക്ഷയോടുകൂടിയാണ് പോകുന്നത്. ഈ 52 ദിവസത്തെ നിരോധനവും പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വലിയ പ്രതീക്ഷയോട് പോവുകയാണ്. കടലമ്മ ഞങ്ങൾ അനുഗ്രഹിക്കുന്നതിനുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ നിലവിൽ. തമിഴ്നാട്ടിലൊക്കെ സാധാരണ ഇവിടെ ട്രോളിംഗ് നിരോധനം ആരംഭിക്കുമ്പോഴേക്കും തമിഴ്നാട്ടിൽ അവിടെ ബാനെല്ലാം കഴിയും. അപ്പോൾ അവർ ഇങ്ങോട്ടേക്ക് എത്തേണ്ട ഒരു സാഹചര്യമുണ്ടോ? അതൊരു വലിയ പ്രതിസന്ധിയാണ്. കാരണം ഈ തീര സംസ്ഥാനങ്ങൾ നമ്മൾ തമിഴ്നാടും നമ്മളുമായിട്ട് അതിർത്തി പങ്കിടുന്നത് കൊണ്ട് ഈ ട്രോളിംഗ് നിരോധന സമയത്ത് തമിഴ്നാട്ടിലെ നിരവധി ബോട്ടുകൾ നമ്മുടെ അതിർത്തി ലംഘിച്ചു വന്ന് നമ്മളുടെ കടലിൽ വന്ന് മത്സ്യം പിടിക്കുന്നുണ്ട്. ഇത് നമ്മൾ ബന്ധപ്പെട്ട ഗവൺമെൻറ്റിനെ അറിയിച്ചാൽ ഗവൺമെൻറ് നമ്മുടെ മുമ്പിൽ അറിയിക്കുന്ന അവരുടെ ഒരു പരിമിതി, സംസ്ഥാന സർക്കാരിന് അത് പരിശോധിക്കാനുള്ള അധികാരമെന്ന് പറയുന്നത് തീരത്തു നിന്ന് 12 നോട്ടിക്കൽ മൈൽ വരെ അവർക്ക് കഴിയുകയുള്ളൂ. അപ്പോൾ 12 നോട്ടിക്കൽ മൈൽ വരെ ഞങ്ങൾ നോക്കാം, അതിനപ്പുറത്തോട്ട് ഞങ്ങൾക്ക് നോക്കാൻ കഴിയില്ലെന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. അതേസമയം 12 നോട്ടിക്കൽ മൈലിന് പുറത്തു വരുന്ന EEZ 200 നോട്ടിക്കൽ വരെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അധീനതയിലുള്ളതാണ്. അവിടെ കോസ്റ്റ് ഗാർഡാണ് ഈ കാര്യം നിയന്ത്രിക്കേണ്ടത്. പക്ഷേ വിഴിഞ്ഞത്തൊരു കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പുണ്ടെങ്കിലും നാളിതുവരെ അവർ ഈ കാര്യത്തിൽ യാതൊരു വിധമായ പരിശോധന നടത്തുന്നില്ല. അതുകൊണ്ട് ഈ നിരോധന കാലയളവിൽ കേരളത്തിലെ മത്സ്യത്തൊഴിലാളിക്ക് ലഭിക്കേണ്ട ധാരാളമായ മത്സ്യം ഈ തമിഴ്നാട്ടിലെ ബോട്ടുകൾ ഈ സമയം അതിർത്തി കടന്നു വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഞങ്ങളിത് പരാതിയായിട്ട് നിരവധി തവണ ഈ പ്രാവശ്യവും നമ്മൾ ഡയറക്ടർ ഓഫ് ഫിഷറീസിനെ വിളിച്ച് വിവരം ധരിപ്പിച്ചിരുന്നു. നിരവധി ബോട്ടുകൾ ഇവിടെ വന്ന് ഈ സമയത്ത് മീൻ പിടിച്ചുകൊണ്ട് പോകുന്നില്ല, നടപടി വേണമെന്ന്. പക്ഷേ ഈ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ആ കാര്യത്തിൽ ശക്തമായ കരുതലുണ്ടാകണം. ഇല്ലെങ്കിൽ
തമിഴ്നാടിൻ്റെ കാലയളവിലോടൊപ്പം നമ്മളെയും നിരോധനം മാറ്റണമെന്നാണ് നമുക്കിതുമായി ബന്ധപ്പെട്ട് പറയാൻ. ഇല്ലെങ്കിൽ നമ്മുടെ മത്സ്യസമ്പത്ത് തമിഴ്നാട് കൊള്ളയടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥയാണ് ഇന്നും നിലവിലുള്ളത്. തീർച്ചയായും വലിയ ആവശ്യങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം അവർ ആ പ്രതിസന്ധി നേരിടുകയാണ്. ഈ സമയം ട്രോളിംഗ് നിരോധന കാലഘട്ടത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ അതിർത്തി ലംഘിച്ച് വരുന്ന ബോട്ടുകളുണ്ട്. അപ്പോൾ ഇവർക്ക് ലഭിക്കേണ്ട, അതായത് ഈ തീരങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട മത്സ്യസമ്പത്താണ് മറ്റിടങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ബുദ്ധിമുട്ടിലാക്കുകയാണ്. ഇവിടെ തൊഴിലാളികളുണ്ട്. തൊഴിലാളികളൊക്കെ അവർ ഈ 52 ദിവസം നാട്ടിലൊക്കെ പോയിട്ട് മടങ്ങി വന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ദിവസം മറ്റൊന്നും ചെയ്യാനില്ലായിരുന്നു. കാരണം അവർ സ്ഥിരമായി ചെയ്തു വരുന്ന ഒരു തൊഴിൽ 52 ദിവസത്തേക്ക് ഇല്ല എന്നറിയുമ്പോൾ അത് സ്വാഭാവികമായും നാട്ടിലെത്തി വീട്ടിലായിരുന്നു എന്നുള്ളതാണ്. വീട്ടിലെ വലിയ ബുദ്ധിമുട്ടൊക്കെ നേരിട്ട് വരുന്ന ആളുകളാണ്. വീട്ടിൽ പോയി വീട് എവിടെയാണ്? ആന്ധ്രാപ്രദേശ്, വിശാഖപട്ടണം. എന്ന് വന്നു? ഒരു മാസമായി. ഇനിയപ്പോ ഓക്കെ ഓക്കെ എല്ലാ സുഖം എല്ലാ അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ആന്ധ്രയിൽ നിന്നുൾപ്പെടെ എത്തുന്ന തൊഴിലാളികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള നാളുകളെന്ന് പറയുന്നത് പ്രതീക്ഷ ഈ വലകളിലാണ്. അത് ഒരുക്കുകയാണ് ഇവിടെ. ഇതിപ്പോൾ എന്താ ചെയ്യുന്നത്? നൂലിടണം. കംപ്ലീറ്റ് ആവും. ഉച്ചയായി കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇന്ന് ഉച്ചയോടുകൂടി ഈ വലയൊക്കെ ഏകദേശം പൂർത്തിയാവും. അതിനുശേഷമാണ് പിന്നീട് ബോട്ടുകളിലേക്ക് ഈ സാധന സാമഗ്രികളൊക്കെ ആയി പോവുക. സാധാരണ വലിയ ബോട്ടുകൾ ഒരാഴ്ചയോളം മനോജ്, അത് തന്നെയാണ് ഇപ്പോൾ എനിക്കും മനോജിനും സന്തോഷമുള്ളതുപോലെ അവർക്കും സന്തോഷമാണ്. കാരണം 52 ദിവസത്തെ വറുതിയിൽ നിന്നും അവരിനി അവരുടെ ജോലിയിലേക്ക് കടക്കുകയാണ്. ഈ സ്കൂൾ തുറന്ന കാലഘട്ടത്തിലായിരുന്നു മത്സ്യബന്ധന നിരോധനം വന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ കുഞ്ഞുങ്ങൾക്ക് ട്യൂഷൻ ഫീസ് കൊടുക്കാനും സ്കൂളിലേക്ക് വേണ്ട പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കാനും ഒക്കെ പൈസ ഇല്ല എന്ന് ഒരുപാട് മത്സ്യത്തൊഴിലാളികൾ അന്ന് മനോജിനോട് പരാതിപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ 52 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവർക്ക് ആഘോഷങ്ങളാണ്. ഒരു ഒത്തൊരുമയുടെ കൂടെയാണ് ഈ മീൻ പിടിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത്. ഒരു വല്ലാത്തൊരു ഒത്തൊരുമയാണ്. അതിനുള്ള അണിയറ പ്രവർത്തനങ്ങളൊക്കെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. വല നെയ്യുക, അതുപോലെ തന്നെ എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ മീന് വില കുറയുമെന്നൊന്ന് ആശ്വസിക്കാം അല്ലേ? മിക്കവാറും കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ 52 ദിവസത്തെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്കും ഇനി ആശ്വാസമാണ്. ഒരുപാട് ആശങ്കകൾ അവർ അതിനപ്പുറത്തേക്ക് പങ്കുവയ്ക്കുന്നുണ്ട്. അത് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി ആ വിഷയത്തിലൊക്കെ ഇടപെടേണ്ടതാണെന്ന് കൂടി ഞങ്ങളൊന്ന് പറഞ്ഞു വെക്കട്ടെ.